السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിച്ചു പോരേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു നിഅമത്താണ് സന്താനങ്ങൾ, അതല്ലെങ്കിൽ മക്കൾ. മക്കൾ നമ്മുടെ സന്തോഷവും കൺകുളിർമയുമാണ്. അതല്ലെങ്കിൽ അവരാണ് നമ്മുടെ രക്തവും കരളും. മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നതും. എന്തുകൊണ്ടാണിത്? മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുമ്പോൾ തന്നെ സൃഷ്ടിപരമായി മനുഷ്യന് വലിയ താല്പര്യമുള്ള, അവൻ്റെ സൃഷ്ടിപ്പിലെ ഊട്ടപ്പെട്ട ഒരു വലിയ സ്നേഹവും വികാരവുമാണ് മക്കളോടുള്ള മനുഷ്യൻ്റെ താല്പര്യം. സമ്പത്തിനോട് നമുക്ക് വലിയ താല്പര്യമാണ്, മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണ്. ആ സമ്പത്തിൻ്റെ കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞ ഒരു വിഷയം സന്താനങ്ങളാണ്. അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും. ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു അലങ്കാരമാണത്. അത് രണ്ടും പരീക്ഷണങ്ങളുമാണ്. സമ്പത്ത് അള്ളാഹു നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നൽകാതെയും പരീക്ഷിക്കും.
സന്താനങ്ങളെയും അള്ളാഹു നൽകിക്കൊണ്ട് പരീക്ഷിക്കും, നൽകാതെയും പരീക്ഷിക്കും. രണ്ടും പരീക്ഷണമാണ്. സമ്പത്ത് നൽകി പരീക്ഷിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ പരീക്ഷണം? അതെങ്ങനെയാണ് ക്രയവിക്രയം ചെയ്യുന്നത്? ഹറാമായ മാർഗത്തിൽ അത് ചിലവഴിക്കുന്നുണ്ടോ? ഹലാലായ മാർഗത്തിലൂടെയാണോ അത് നേടുന്നതും ചിലവഴിക്കുന്നതുമെല്ലാം? കൃത്യമായ പരീക്ഷണം നമുക്കറിയാം. അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിഷയത്തിലും പരീക്ഷണം. അള്ളാഹു നൽകിയ ആ സന്താനങ്ങളെ നല്ല നിലക്ക് കൈകാര്യം ചെയ്ത് ഇസ്ലാമിക ചിട്ടവട്ടങ്ങളോടെ, ഇസ്ലാമികമായ മര്യാദകളോടെ, സംസ്കാരങ്ങളോടെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നുണ്ടോ? അതല്ല അവരുടെ വിഷയത്തിൽ, അവരുടെ ഭക്ഷണത്തിൻ്റെയും അവരുടെ ദീനിൻ്റെയും അവരുടെ മറ്റുള്ള കാര്യങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്വം രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് നരകത്തിൽ പോകാൻ അയാൾ നിർബന്ധമായും ചിലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ അത് മാത്രം മതി ഒരു മനുഷ്യന് നരകത്തിൽ പോകാൻ, അതല്ലെങ്കിൽ കുറ്റം കിട്ടാൻ. അപ്പോൾ ഭൗതികമായ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ളവരാണ്. അത് ഞാൻ ഇവിടെ നിന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ അതിൽ വളരെ ബോധവാന്മാരാണ്. എന്നാൽ സഹോദരങ്ങളെ, ഭൗതികമായ വിഷയങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നാളെ പാരത്രിക ലോകത്ത്, അവസാനിക്കാത്ത ലോകത്ത് നമ്മുടെ മക്കൾ ഒരിക്കലും നരകത്തിൻ്റെ ആളുകളായി മാറാൻ പാടില്ല. നമ്മുടെ മക്കൾ ഒരിക്കലും നരകത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനെന്ത് വേണം? മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ള ചില ബാധ്യതകളും കടമകളുമുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട ചില പരിചരണങ്ങളുണ്ട്. അതിനാണ് ഇസ്ലാമിൽ തർബിയത്തുൽ ഔലാദ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ തർബിയത്തുൽ അബ്നാ, സന്താന പരിപാലനം എന്ന് പറയുന്നത് അതിനാണ്. പക്ഷേ ഈ മേഖലയിൽ ധാരാളം രക്ഷിതാക്കൾ അശ്രദ്ധരാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത്. കാരണം ഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും മനസ്സിലാക്കി വെച്ചത് മക്കളെ പരിചരിക്കുകയും അതല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമികമായ ബോധം നൽകുകയും ഒക്കെ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അവർക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത്, അതൊക്കെ കലാലയങ്ങളിലെ അധ്യാപകന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതല്ലെങ്കിൽ മദ്രസകളാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാണ് ആ വിഷയം ശ്രദ്ധിക്കേണ്ടത്. നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് ധരിച്ചു വെച്ച ബഹുഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളെ നമുക്ക് സമൂഹത്തിൽ കാണാം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു അധ്യാപകൻ്റെ അടുക്കൽ നമ്മുടെ വിദ്യാർത്ഥി പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു കലാലയത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ അയക്കുമ്പോൾ, ആ കലാലയത്തിലെ അധ്യാപകന്മാർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തത്തെക്കാൾ എത്രയോ വലിയ ഉത്തരവാദിത്തങ്ങളും ശ്രദ്ധയുമാണ് മക്കളുടെ വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടത്. കാരണം കുട്ടികൾ അധിക നേരവും കഴിച്ചു കൂട്ടുന്നത് വീട്ടിലാണ്. കുട്ടികളുടെ അടുക്കൽ അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നതും രക്ഷിതാക്കളാണ്. അവർ വളർന്നു വരുന്ന ആ സാഹചര്യം രക്ഷിതാക്കളുടെ അരികിലാണ്. എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം വലിയ ബാധ്യതയാണ് മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അല്ലേ? എന്താ പറഞ്ഞത്? നമ്മുടെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യം നന്നാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, ഫലഭൂഷ്ടമായ മണ്ണിൽ നിന്നേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. നമ്മളൊരു മണ്ണിൽ കൃഷി ഇറക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നല്ല വിളവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, നമുക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ ആ കൃഷിയിടം നന്നായി വിളവുള്ള ഫലഭൂഷ്ടമാകണം. ഇതുപോലെ തന്നെ മാതാപിതാക്കൾ അവരുടെ സംസ്കാരവും അവരുടെ ദീനും അവരുടെ മതവും അവരുടേതായ സമീപനങ്ങളും സ്വഭാവ രീതികളുമാണ് അവരുടെ അടുക്കൽ വളർന്നു വരുന്ന കുട്ടികളിൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് നേർവഴിയാകണം. കുട്ടികളുടെ മുമ്പിൽ വെച്ച് തമാശക്ക് വേണ്ടി പോലും കളവ് പറയുന്ന ഒരു സമീപനം പോലും രക്ഷിതാക്കളിൽ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം വിരോധിച്ച കാര്യമാണ്.
അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, രക്ഷിതാക്കളെ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വിളിക്കുന്നു മോനെ വാ. കുട്ടി അപ്പുറത്ത് കളിക്കുകയാണ്, അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ അടുക്കലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് പലരും ചെയ്യാറുണ്ടല്ലോ സമൂഹത്തിൽ. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് വാ നിനക്ക് ഇന്ന സാധനം തരാം, അതല്ലെങ്കിൽ ഇതാ ഒരു സാധനമുണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ വിളിക്കുകയും ആ കുട്ടി അടുത്തെത്തിക്കഴിഞ്ഞാൽ കൈ നിവർത്തി പിടിക്കുകയും ഒന്നുമില്ലാത്ത നിലക്ക് ആ കുഞ്ഞിനെ കബളിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം, അത് കുഞ്ഞുനാളിൽ ഒരു കുട്ടിയിൽ കളവിൻ്റെ ശീലം ഉണ്ടാകാൻ സാധ്യതകളേറെയാണ് എന്നതുകൊണ്ട് തന്നെ തമാശക്ക് വേണ്ടി പോലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് കളവ് പറയരുത്. ആ നിലക്കുള്ള കള്ളമായ ആ നിലക്ക് നിങ്ങൾ വിളിക്കരുത്. എന്നിട്ട് കുട്ടികളെ കബളിപ്പിക്കരുത്. അതിൽ നിന്ന് പിഞ്ചു കുഞ്ഞ് ആ ചെറിയ മനസ്സ് പഠിക്കുകയാണ്. ഇല്ലാത്തൊരു കാര്യമല്ലേ എൻ്റെ ഉമ്മ പറഞ്ഞത്, ഇല്ലാത്തൊരു കാര്യമല്ലേ എൻ്റെ വാപ്പ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവാസ്തവമായ ഒരു കാര്യം പറയുന്നതിന് കുഴപ്പമില്ല എന്ന പാഠം ഒരു പക്ഷേ ആ കുട്ടി അതിൽ നിന്ന് പഠിക്കാനേറെ സാധ്യതയുണ്ട്. അത്ര സൂക്ഷിച്ചു പോരണമെന്നാണ്, അത്ര ശ്രദ്ധ വേണം മാതാപിതാക്കൾക്ക്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ പറഞ്ഞു എന്ത്, അവിടെ മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ത്, വിവാഹത്തിൽ ഏർപ്പെടുന്ന വധൂവരന്മാർ മാനദണ്ഡമാക്കേണ്ടത് ദീനാണ്. കാരണം അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഭാവി തലമുറയെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ അടിസ്ഥാനപരമായൊരു നിയമം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമതായി പറഞ്ഞ കാര്യം, മക്കൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. അതിനി വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മക്കൾക്ക് ദുആ ചെയ്യുന്നതോടൊപ്പം മക്കളെ സ്നേഹിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും മക്കളും മാതാപിതാക്കളുമുള്ള ആ ശക്തമായ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നത് സ്നേഹത്തിൻ്റെ വിഷയത്തിലാണ്. അത് വിശദമായ നിലക്ക് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാൽ പോരാ, മറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് സ്നേഹം അനുഭവിക്കണം. സ്നേഹം എങ്ങനെയാണ് അനുഭവിക്കുക, അതല്ലെങ്കിൽ പകർന്നു കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങൾ, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി പ്രോത്സാഹനം നൽകാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കൾ മക്കളുടെ ചെറിയ ചെറിയ വിജയങ്ങളിൽ, അവരുടെ ആഹ്ലാദങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ അവരോടൊപ്പം പങ്കുചേരുകയും അങ്ങനെ അവരെ ഉയരങ്ങളിലേക്ക് പറക്കാൻ, ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഊർജം അവർക്ക് കിട്ടേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. അതൊക്കെയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലേ. സ്കൂളിൽ നിന്ന് മാർക്ക് വാങ്ങി നമ്മുടെ കുട്ടി നമ്മുടെ അടുക്ക വരുമ്പോൾ അല്ലേ, അത് മൈൻഡ് ചെയ്യാതെ നിനക്ക് ഇത്രയല്ലേ കിട്ടിയതുള്ളൂ, അപ്പുറത്തെ ആ കുട്ടിക്ക്, അതല്ലെങ്കിൽ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ കുട്ടിക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് കിട്ടിയ മാർക്കിനെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന സമീപന രീതികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പാടില്ലെന്നാ പറയുന്നത്. മറിച്ച് നമ്മിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ടത്, കിട്ടേണ്ടത് പോസിറ്റീവ് സ്ട്രോക്കുകളാണ്. അവർക്ക് അതേ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായകമാകുകയുള്ളൂ. സമൂഹത്തിൽ എല്ലാവരും കൊതിക്കുന്നത് അതാണ്, പോസിറ്റീവ് സ്ട്രോക്ക്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ പോസിറ്റീവായി കാണുകയും നമുക്ക് ആ മാർഗത്തിൽ ഉന്നതങ്ങളിലേക്ക് കുതിക്കുവാൻ ആവശ്യമായ പ്രോത്സാഹനമാണ് എല്ലാവരും, മുതിർന്നവരും അതേപോലെ തന്നെ ചെറിയ കുട്ടികളും ഒക്കെ കൊതിക്കുന്നത് അതാണ്. അത് നൽകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുട്ടികളിലേക്ക്. എങ്കിൽ അവർക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും. നേരെ മറിച്ച് അവർക്ക് ലഭിക്കുന്ന ഈ വിജയങ്ങളിലും അതേപോലെ തന്നെ അവരുടെ സന്തോഷങ്ങളിലും അവർക്ക് നമ്മിൽ നിന്ന് ലഭിക്കുന്നത് പോസിറ്റീവായ സമീപനങ്ങളാണെങ്കിൽ, നെഗറ്റീവ് സ്ട്രോക്കുകളാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് സംഭവിക്കുന്നു, അത് നമ്മുടെ കുട്ടികളുടെ ചിറകുകളെ തളർത്തി കളയുകയാണ്. അവർക്കത് ഉന്നതങ്ങളിലേക്ക് പറക്കാൻ സഹായകമാകുകയില്ല. അടുത്ത പരീക്ഷയ്ക്ക് ഉന്നതമായ മാർക്ക് നേടണം എന്നൊരു ചിന്ത നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ കിട്ടിയ മാർക്കിന് പ്രോത്സാഹനങ്ങൾ ലഭിക്കപ്പെടേണ്ടതുണ്ട്. മോനെ നന്നായി കിട്ടി, നല്ല മാർക്കാണല്ലോ, കുഴപ്പമില്ല, എന്നാലും കുറച്ചൊന്ന് കുറവുണ്ടല്ലേ, ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷയ്ക്ക് നമുക്കത് വാങ്ങണം. ഇപ്പോൾ കുട്ടിക്കൊരു ഉഷാറായി, അതവന് എന്താണ്, അവന് അതൊരു ആത്മവിശ്വാസമായി. ശരിയാണ്, ഈ പരീക്ഷയ്ക്ക് വിജയിച്ചപ്പോൾ ഉപ്പ എനിക്ക് വാങ്ങിത്തന്ന സമ്മാനം, അടുത്ത പരീക്ഷയ്ക്ക് ഇതിനേക്കാൾ വലിയ സമ്മാനം കിട്ടണം. അപ്പോൾ അത് ഉയരങ്ങളിലേക്ക് പറക്കാൻ അവന് ഒരു മോട്ടിവേഷൻ, അവന് വലിയ ഒരു പ്രോത്സാഹനം ഒക്കെ സൈക്കോളജിക്കലായിട്ട് കുട്ടികളോട് പെരുമാറാൻ പാടുള്ളൂ. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം.
ആ നിലക്ക്. അതല്ല കിട്ടിയ മാർക്ക് കൊണ്ട് വരുമ്പോൾ നമ്മളിൽ നിന്ന്, അതല്ലെങ്കിൽ കുട്ടിയൊരു സന്തോഷവുമായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മളെങ്ങനെ പലപ്പോഴും പല രക്ഷിതാക്കളും പറയാനെന്താ, ഓ അവർക്ക് എങ്ങനെയുണ്ട്, നീ മാത്രം എന്തേ ഇങ്ങനെ ആയത്, നീ എന്തൊരു ഇത്ര മണ്ടനായി പോയല്ലടോ, അല്ലേ? പല രക്ഷിതാക്കളും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളാ പ്രയോഗിക്കുന്ന വാചകങ്ങളുടെ അതിൻ്റെ അപകടം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ. ശരിക്ക് നമ്മൾ വിഷലിപ്തമായ വാചകങ്ങളാണ്, വിഷത്തിലൂട്ടിയ വാക്കുകളാണ് നമ്മളപ്പോൾ പറഞ്ഞത്. അത് പറഞ്ഞതോടുകൂടെ ആ കുട്ടി തകർന്നു. ഇത്ര മണ്ടനായില്ലേ പൊന്നാരി ചങ്ങായി, നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളൊക്കെ എത്ര ഉഷാറാണ്. അതല്ലെങ്കിൽ നോക്ക്, നീ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ എത്ര മാർക്കാണ് നേടുന്നത്, ഈ എന്തെങ്ങനെയായത്, നീ നന്നാവൂല, ഒരു മണ്ടനാണല്ലോ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അതോടുകൂടെ ആ കുട്ടി വിചാരിക്കുന്നത് എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം കഴിഞ്ഞ ഈ പരീക്ഷയ്ക്ക് കുട്ടി ഒരുപാട് സമയമെടുത്ത് പഠിച്ചിട്ടുണ്ടാവും. ആ പാവത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ചില തകരാറ് കൊണ്ട്, ചിലപ്പോൾ വേഗത്തിൽ എഴുതിയപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാക്കാരും ചിലപ്പോൾ മാർക്ക് കുറഞ്ഞത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തകരാറുകൾ കൊണ്ട് ചിലപ്പോൾ 1-2 മാർക്കുകൾ കുറയും. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കുന്നത് എന്താ, ഞാൻ ഇത്ര ഉഷാറായിട്ട് സമയം ചിലവഴിച്ച് പഠിച്ചിട്ടും എന്തിനാ എന്നെ പറ്റുക, എന്നെ ഒന്നിനും പറ്റൂല എന്നല്ലേ പറഞ്ഞത്, ഇനി ഞാൻ പഠിച്ചിട്ടും കാര്യമില്ല. അവൻ്റെ ആ പഠിക്കാനുള്ള ആ ആശയും അതിനുള്ള താല്പര്യവും അതോടുകൂടെ തകർന്നു പോയി. ആരാണ് ഇതിനുള്ള കാരണക്കാര് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അനന്തരഫലം വളരെ ഭീതിജനകമാണ്, ഭയാനകമാണ്. എൻ്റെ മോന് ശരിയാകുന്നില്ല, എൻ്റെ മോൻ പഠിക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ സമീപനം ശരിയാകണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് കുഞ്ഞു സങ്കടങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുക്കൽ വരുമ്പോൾ, അതേപോലെ തന്നെ അവര് കരഞ്ഞു വരുമ്പോൾ അവരെ നമ്മൾ അടിച്ചും തെറി പറഞ്ഞും ഭീഷണിപ്പെടുത്തിയും ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മളുടെ ശത്രുക്കളാക്കി മാറ്റുന്നുണ്ട് എന്നതൊരു സത്യമാണ്, അല്ലേ? എന്തെങ്കിലുമൊക്കെ പരാതികളുമായി, അവരുടെ സങ്കടങ്ങളുമായി നമ്മുടെ അടുക്കൽ വരുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ, എന്തെങ്കിലും കുട്ടികളാണ്, സ്വാഭാവികമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അവരിൽ നിന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം ചില രക്ഷിതാക്കൾ അവർക്ക് ശിക്ഷണം എന്ന നിലക്ക് തർബിയത്തുൽ അബ്നാ എന്ന് പറഞ്ഞാൽ ചില രക്ഷിതാക്കൾ മനസ്സിലാക്കിയത് കുട്ടികളെ നന്നായി അടിച്ച് ദേഹോപദ്രവം വരുത്തുക എന്നുള്ളതാണ്. സത്യത്തിൽ അവിടെ നടക്കുന്നത് എന്താണെന്നറിയുങ്ങൾ, അവിടെ നടക്കുന്നത് ഈ കുട്ടികൾ വലുതായ രക്ഷിതാക്കളുടെ ശത്രുക്കളായി മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത്. ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ രക്ഷിതാക്കളെ ശത്രുക്കളാവും. അവരുടെ മനസ്സിൽ നിന്നുള്ള സ്നേഹം അസ്തമിച്ചുകൊണ്ടിരിക്കും. എന്നാലോ ഈ ചെയ്ത തെറ്റ് എന്താണ് എന്ന് കുട്ടിക്കൊട്ട് മനസ്സിലാവില്ല. അത് തിരുത്താൻ അത് പ്രചോദനമാക്കുകയില്ല. മറിച്ച് ആ വിഷയത്തിൽ മാരകമായ മർദ്ദനങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആ ചെയ്ത തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ അത് കുട്ടിക്ക്, സഹോദരങ്ങളെ, ഒരു നിലക്കും അത് കാരണമായി തീരുകയില്ല എന്നതാണ് കുട്ടികളുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വിദഗ്ധന്മാർ പറയുന്നത്. മറിച്ച് ആ കുട്ടിയുടെ മനസ്സിലെപ്പോഴും വാപ്പയോട് ഉമ്മയോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു ദാഹമുണ്ടാകും. അവർക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്തു പറഞ്ഞാലും പിന്നെ വാപ്പയും ഉമ്മയും പറയുന്നതിനൊക്കെ അതിനൊക്കെ അനുസരണക്കേട് പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം ആ കുട്ടിയിൽ വളർന്നു വരാൻ അത് കാരണമാകും. പിന്നീടത് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രതികാര മനോഭാവമായി അത് മാതാപിതാക്കൾക്കെതിരെ തിരിയാൻ പലപ്പോഴും അത് പ്രചോദനമായി മാറും എന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മലിനമായ ഒരു കാലഘട്ടമാണ്, അല്ലേ? തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും തിന്മകളാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര തന്നെ കുട്ടികളെ ശ്രദ്ധിച്ചാലും കലാലയങ്ങളിലേക്ക് കുട്ടികൾ പോയി കഴിഞ്ഞാൽ വിവിധങ്ങളായ സംസ്കാരങ്ങളുമായി കൂടിക്കലരുകയാണ് നമ്മുടെ മക്കൾ. പലപ്പോഴും വീട്ടിൽ നിന്ന് നല്ല ശിക്ഷണം നൽകപ്പെടുമ്പോഴും കലാലയങ്ങളിൽ നിന്ന് ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്ന് ചീത്ത സ്വഭാവങ്ങൾ കുട്ടികൾ ആർജിക്കും. അതുകൊണ്ട് തന്നെ കൗമാരത്തിൻ്റെ ചാബല്യത്തിലും ചോരത്തിളപ്പിൻ്റെ സമയത്തുമൊക്കെ കുട്ടികൾ പലപ്പോഴും ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും. പക്ഷേ ആ തെറ്റുകൾ രക്ഷിതാക്കൾ അറിയുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കും, എൻ്റെ വാപ്പ അതറിഞ്ഞാൽ, എൻ്റെ ഉമ്മ അതറിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം ഭീകരമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുകയും അങ്ങനെ വാപ്പയോടും ഉമ്മയോടുമൊക്കെ അവർ പറ്റിപ്പോയ തെറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞ് ഉപദേശം തേടാൻ മക്കൾ തയ്യാറാകാതിരിക്കും. കാരണം എന്താണ്? വാപ്പയറിഞ്ഞാൽ അനന്തരഫലം ഭീകരമായിരിക്കും. എന്താന്ന് ചോദിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പോഴേക്കിന് അടിച്ചു മർദ്ദനമേൽപ്പിക്കും, അല്ലേ?
അതുകൊണ്ട് കുട്ടികൾ എന്തു ചെയ്യുന്നറിയോ? പ്രേമചാബല്യങ്ങളിൽ, പ്രേമനൈരാശ്യങ്ങളിൽ അല്ലേ, പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് കലാലയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലരുമായുള്ള ബന്ധങ്ങളിൽ ഇന്ന് എന്തെല്ലാം നടക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ സംഭവിക്കുമ്പോൾ വാപ്പ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഉമ്മ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഒരാൾ എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ അടിക്കുന്നുണ്ട് നിരന്തരമായി, എൻ്റെ വാട്സപ്പിലേക്ക്, അതല്ലെങ്കിൽ ഞാനുമായി നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ എപ്പോഴും എന്നെ ശല്യം ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയുള്ള അപകടകരമായ സൂചനകൾ മാതാപിതാക്കളോട് പറയാൻ മക്കൾ മടിക്കുകയാണ്. കാരണം എന്താണ്? എൻ്റെ വാപ്പ അതറിഞ്ഞാൽ പറയും അത് അവൻ്റെ കുഴപ്പമൊന്നല്ല, നിന്റെ കുഴപ്പമാണിത്, അവന് വഴിയിൽ നിൽക്കുമ്പോൾ നീ എന്തിനാ അങ്ങോട്ട് നോക്കിയത് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചാബല്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി തൻ്റെ അടുക്കൽ വന്ന തെറ്റ് തന്നെയാണെങ്കിലും കുട്ടി പറയാൻ മടിക്കും. കാരണം വീട്ടിൽ ഭയാനകമാണ്, മർദ്ദനം സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഏതെങ്കിലും ഈ നിലക്കുള്ള കുരുക്കുകളിൽ നമ്മുടെ കുഞ്ഞുമക്കൾ പോയി പെട്ടുകഴിഞ്ഞാൽ വാപ്പയോട് പറഞ്ഞു ഉപദേശം തേടേണ്ടതിന് പകരം, ഉമ്മയോട് തുറന്നു പറഞ്ഞ് അതിന് പരിഹാരം തേടേണ്ടതിന് പകരം അവർ ചിന്തിക്കും ഇത് പറഞ്ഞാൽ അപകടകരമാണ്, എൻ്റെ കാര്യം പോക്കാണ്, അതുകൊണ്ട് വാപ്പയറിയണ്ട, ഉമ്മയറിയണ്ട, എൻ്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിക്കാം എന്നും പറഞ്ഞ് പരിഭാവനമായ ആ ജീവിതം ഒരു തുണ്ട് കയറിൽ അവസാനിപ്പിക്കുന്ന എത്രയോ ദുരന്തങ്ങൾ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കേൾക്കുകയാണ്. എന്താ പ്രശ്നം? വീട്ടിൽ അതിന് ആവശ്യമായ ഒരു പരിഹാരം വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ആരായിരിക്കും ഇതിന് ഉത്തരവാദികൾ? നമ്മൾ വളരെ അറിഞ്ഞുകൊണ്ടല്ലേ, വളരെ ബോധപൂർവമായ ഇടപെടലുകളല്ലേ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്നേഹത്തോടെ സംസാരിക്കുവാനും അവർക്ക് അവരുടെ സങ്കടങ്ങൾ പങ്കിടുവാനും അവർക്ക് ചുംബനം നൽകുവാനും എപ്പോഴും കൂട്ടുകാരായിരിക്കണം മാതാപിതാക്കൾ. അപ്പോഴേ അവരുടെ വിഷയങ്ങൾ അറിയൂ. കുട്ടികളോട് അടുത്ത് ഇടപഴകാൻ കഴിയണം, അവർക്ക് സ്നേഹം പകർന്നു നൽകാൻ കഴിയണം. എന്ത് വിഷമസന്ധിയിലും വാപ്പയുണ്ട് കൂടെ മോനെ, ഉമ്മയുണ്ട് കൂടെ, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഞങ്ങൾ നൽകും എന്ന ബോധം, ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് തടയിടാൻ സാധിക്കുമെന്നാണ് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ആളുകൾ പറയുന്നത്. തെറ്റ് കണ്ടാലോ അതിൻ്റെ അർത്ഥം എന്താ? കുട്ടികളെങ്ങനെ സ്നേഹിച്ച് തെറ്റ് കണ്ടാൽ ഒന്നും മിണ്ടാൻ പാടില്ല എന്നാണോ? അങ്ങനെയല്ല. തെറ്റ് കാണുമ്പോൾ അതിന് നല്ല നിലയ്ക്ക് ആ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് ശ്വാസന നൽകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എല്ലാം പ്രവാചക ജീവിതത്തിൽ നമുക്ക് ഇതിൻ്റെ മാതൃക കാണാൻ കഴിയും അല്ലേ? ഇന്നല്ലേ ഇപ്പം സൈക്കോളജിക്കൽ, അതേപോലെ തന്നെ ഈ മേഖലയിലുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ, അതേപോലെ കൗൺസിലിംഗ് ഒക്കെ ഇപ്പം ഈ ആധുനിക കാലത്തല്ലേ തുടങ്ങിയത് അല്ലേ? എന്നാൽ ലോകത്തിൻ്റെ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേഖലയിൽ കുട്ടികൾക്ക് നൽകേണ്ട പരിചരണത്തിൻ്റെ മനഃശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കലതാ ഹസൻ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി, ചെറിയ കുട്ടിയാ, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മോനാണ്. ആ കുഞ്ഞ് എന്തു ചെയ്തു എന്നറിയോ? ആ കുട്ടി എടുത്തു തംറത്തമ്മിൻ തംരി സ്വദഖ, സക്കാത്തിന്റെ മുതലിൽപ്പെട്ട ഒരു സ്വദഖ, സക്കാത്തിന്റെ മുതൽ ഇങ്ങനെ കൂട്ടിട്ടിരിക്കുക. ചെറിയ കുഞ്ഞു പോയി അതിൽ നിന്നൊരു കാരക്ക എടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? കയർത്തു ആ കുട്ടിയോട്. ആ കുട്ടിയെ തല്ലിയോ? ആ കുട്ടിയെ മനസ്സ് വേദനിപ്പിച്ചോ? ഇല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? ഫജഅലഹാ ഫീ ഫീഹി ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കഖ് കഖ് ഇർമി ബിഹാ അമാ അലിംത അന്നാ ലാ നഅകുലു സ്വദഖ. ആ കുട്ടിയുടെ വായിൽ അവിടുത്തെ കൈയിട്ടിട്ട് ആ സകാത്തിന്റെ മുതലിൽപ്പെട്ട ചെറിയ കാരക്ക വായിൽ നിന്ന് എടുത്തിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞേ അത് തുപ്പണം, അത് നീ തുപ്പിക്കളയണം, എന്നിട്ട് ആ സക്കാത്തിന്റെ മുതലിലേക്ക് നീ അത് ഇട്ടേക്കണം. മോനെ നിനക്കറിയില്ലേ, അന്നാ ലാ നഅകുലു സ്വദഖ, ഈ പ്രവാചകന്റെ കുടുംബം സക്കാത്തിന്റെ മുതൽ തിന്നുകയില്ല, ഈ കുടുംബത്തിന് സക്കാത്തിന്റെ മുതൽ അനുവദനീയമല്ല എന്ന് മോനെ നിനക്കറിയില്ലേ, നീ മനസ്സിലാക്കണ്ടേ, അതുകൊണ്ട് അത് തിന്നരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടെ ആ കുഞ്ഞുമകനെ ബോധ്യപ്പെടുത്തുകയാണ്. ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെ ആ വിഷയത്തിൽ ബോധവാനാക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിലോ ചെറിയ കുട്ടിയാണെങ്കിലും ഒരു അടിയാണ് കൊടുക്കും, നിന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് എടുക്കരുതെന്ന്,
എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ അടിക്കും അല്ലേ? കുട്ടിയെ പാടില്ലത്. ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ല. ചിലപ്പോൾ ചില രക്ഷിതാക്കൾ കുട്ടികളുടെ തെറ്റെന്താണ് മോനെ, ആ വിഷയത്തിൽ വന്ന തെറ്റിന്നതാണ് മോനെ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വളരെ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും നിൽക്കൂല. കിട്ടിയ ചെയ്യാൻ പാടില്ല എന്നറിയില്ല എന്നാണ് 4 അടിയും കൊടുക്കും. ആ കുട്ടിക്ക് മനസ്സിലാവില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അപകടം എന്താണ്, അതിൻ്റെ അപകടാവസ്ഥ എന്തൊക്കെയാണ്. കുട്ടികൾക്ക് ഉപദേശം കൊടുക്കണം. എന്നിട്ട് ആ കുട്ടിയെ സ്നേഹത്തോടു കൂടെ പറഞ്ഞു മനസ്സിലാക്കണം ഇല്ലേ? എത്ര ഉദാഹരണങ്ങൾ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ആരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സേവകനായിരുന്ന മഹാനായ സഹാബി പറയുകയാണ്, ഖദംതു, ഞാൻ സേവനം ചെയ്തു, ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ആർക്ക്? അള്ളാഹുവിൻ്റെ റസൂലിന് ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. 1 2 കൊല്ലമല്ല, 10 സിനീൻ, 10 കൊല്ലക്കാലം അള്ളാഹുവിൻ്റെ പ്രവാചകന് ഞാൻ സേവനം ചെയ്തു. ഉദു എടുക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കും, അവിടുത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അവിടുത്തേക്കുള്ള ഖിദ്മത്തുകളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഏകദേശം 10 കൊല്ലക്കാലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയൻ, വാചകം വല്ലാത്ത വാചകൻ. ഫമാ ഖാല ലീ ഉഫിൻ വലാ ലിമ സനഅത വലാ അല്ലാ സനഅത. അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല ഉഫിൻ, നിനക്ക് നാശം എന്നർത്ഥം വരുന്നൊരു വാചകമോ, അതല്ലെങ്കിൽ അനസേ എന്തിനാണ് നീ അത് ചെയ്തത്, എന്തിനാണ് അത് ചെയ്യാതിരുന്നത്, അതിങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പോലും എന്നോട് ഉണ്ടായിട്ടില്ല. 10 കൊല്ലം ഞാൻ അവിടുത്തേക്ക് സേവനം ചെയ്തിട്ട് സ്വാഭാവികമാണല്ലോ 10 കൊല്ലക്കാലത്തെ എൻ്റെ സേവനത്തിൽ എന്തെങ്കിലുമൊക്കെ മാനുഷികമെന്ന നിലക്ക് ചെറിയ ചെറിയ തകരാറുകൾ ഇല്ലാതിരിക്കുകയില്ലല്ലോ. എന്നിട്ടും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞില്ല എന്തേ അതങ്ങനെയായില്ല, ഇതെന്തേ ഇങ്ങനെയായില്ല, അതെന്തേ അങ്ങനെയായത് എന്നെന്നോട് ചോദിച്ചിട്ടില്ല. അവിടുത്തെ പെരുമാറ്റത്തിൻ്റെ നോക്കൂ നിങ്ങൾ, അത്ര നല്ല വശ്യമായ പെരുമാറ്റം. ലോകത്ത് എല്ലാവർക്കും അതിൽ മാതൃകയാണ്, കൃത്യമായ മാതൃക. ഇനി നോക്കൂ എങ്ങനെയാണ് അവിടുന്ന് കുട്ടികൾക്ക് ശിക്ഷണം നൽകിയിരുന്നത്. മാതൃക കാണാൻ കഴിയും. നോക്കൂ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഒരിക്കൽ ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി, ഒരു യുവാവ് എന്ന ഹദീസിലുള്ളത്, ഇന്ന ഫതൻ ഷാബൻ നൻ, ഒരു ഷാബ്, ഒരു യുവാവായ കുട്ടി എന്തു ചെയ്തു എന്നറിയോ? അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഫഖാൽ, കുട്ടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഇദല്ലി ബിസ്സിന, എനിക്ക് വ്യഭിചരിക്കണം നബിയെ, എനിക്കതിന് അനുവാദം തരണം. ഒരു യുവാവായ ചങ്ങായി, ഒരു യുവാവായ കുട്ടി. ഫഅഖ്ബലൽ ഖൗമു അലൈഹി ഫസജറൂഹു വഖാലു മഹ് മഹ്. ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്തുള്ള സഹാബാക്കൾ അടക്കമുള്ള ആളുകളൊക്കെ പാടെ ആ കുട്ടിക്ക് നേരെ തിരിഞ്ഞു, മിണ്ടാതിരിക്കടാ, എന്താ നീ പറയണത്, ആട്ടി വിടാൻ പുറപ്പെട്ടു എല്ലാവരും, പോടാ ഈ സദസ്സിൽ നിന്ന്, പോകണം ഇവിടുന്ന്, എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളത്, മിണ്ടാതെ പോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്കെതിരെ കയർക്കാൻ തുടങ്ങി. അപ്പോഴോ ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഗുരുതരമായൊരു തെറ്റാണ്, വലിയൊരു ഗുരുതരമായ വാചകം പറഞ്ഞാ വന്നത്, ശരിയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉദുനു, അവനങ്ങോട്ട് വരാൻ പറയാം, അവനോട് ഇങ്ങോട്ട് വരാൻ പറയാം, എൻ്റെ അടുത്തേക്ക് വരാൻ പറയും. അങ്ങനെ ഫദനാ മിൻഹു ഖരീബാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു, അടുത്തെത്തി. ആ കുട്ടി അടുത്തെത്തിയപ്പോൾ ഫജലസ, എന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, അവിടെ ഇരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്നു. എന്നിട്ട് നബി 4 ചീത്ത പറഞ്ഞോ? എന്ത് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്, എന്ത് വർത്താനാടാ നീ പറഞ്ഞത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ ബുദ്ധിയെ ഉണർത്തുന്ന നിലക്ക് അവന് ശിക്ഷണം നൽകുകയാണ്. ഉടൻ തന്നെ നബി അദ്ദേഹത്തോട് ചോദിക്കുന്നു, അതുഹിബ്ബുഹു ലി ഉമ്മിക്, നിന്റെ ഉമ്മയെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ മോനെ? ഖാല, അയാൾ പറഞ്ഞു, ലാ വല്ലാഹി, ഞാൻ ഇഷ്ടപ്പെടൂല. ജഅലനില്ലാഹു ഫിദാക്, ഇല്ല, എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല, ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നു നബിയെ?
അപ്പം നബി അവരോട് പറയാണ്, ആ കുട്ടിയോട് പറയാണ്, വലന്നാസു യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, മോനെ നീ ഒന്നുകിൽ വ്യഭിചരിക്കുന്നത് ജനങ്ങളുടെ ഉമ്മമാരാകും. അവരുടെ ഉമ്മമാരെ വ്യഭിചരിക്കുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുമോ മോനെ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ജനങ്ങൾ ഇഷ്ടപ്പെടില്ലല്ലോ, നീ ഇഷ്ടപ്പെടാത്തതുപോലെ അവരുടെ ഉമ്മമാരെ വ്യഭിചരിക്കുന്നത്. ഉടൻ തന്നെ നബി ചോദിക്കുന്നു, അഫതുഹിബ്ബുഹു ലി ഇബ്നതിക്, നിന്റെ മകളെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ മോനെ? കാലാവൻ പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, എൻ്റെ മകളെ ഒരാളും വ്യഭിചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നബിയേ. അപ്പം നബി അയാളോട് പറയാണ്, വലന്നാസു യുഹിബ്ബൂനഹു ലിബനാതിഹിം, ഒന്നുകിൽ നീ വ്യഭിചരിക്കുന്നത് ജനങ്ങളുടെ പലരുടെയും മാതാപിതാക്കളുടെ മക്കളെ ആയിരിക്കുമല്ലേ, പെൺമക്കളെ ആയിരിക്കില്ലേ? ആ മാതാപിതാക്കൾ അവരുടെ പെൺമക്കളെ വ്യഭിചരിക്കുന്നത് ഇഷ്ടമാവുമോ? അവർ ഇഷ്ടപ്പെടുമോ? വീണ്ടും നബി ചോദിക്കുന്നു, അഫതുഹിബ്ബുഹു ലി ഉഖ്തിക്, നിന്റെ സഹോദരിയെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഉടൻ തന്നെ ആ സഹോദരൻ പറഞ്ഞു, ലാ വല്ലാഹ്, എൻ്റെ സഹോദരിയെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവിൻ്റെ റസൂൽ അയാളോട് പറയുന്നു, വലന്നാസു യുഹിബ്ബൂനഹു ലി അഖവാതിഹിം, ജനങ്ങൾ അവരുടെ സഹോദരിമാരെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ലല്ലോ. അഫതുഹിബ്ബുഹു ലി അമ്മതിക, നിന്റെ ഉപ്പയുടെ സഹോദരിയെ അമ്മായിയെ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല നബിയേ. എങ്കിൽ വലന്നാസു യുഹിബ്ബൂനഹു ലി അമ്മാതിഹിം, ജനങ്ങൾ ഒരിക്കലും അവരുടെ അമ്മായിമാരെ വ്യഭിചരിക്കുന്നത് അവരെ ഇഷ്ടപ്പെടുകയില്ലല്ലോ. ഉടൻ നബി ചോദിക്കുന്നു, അഫതുഹിബ്ബുഹു ലി ഖാലതിക്, നിന്റെ ഉമ്മയുടെ സഹോദരിയെയോ ജ്യേഷ്ഠത്തിയെയോ അനുജത്തിയെയോ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകുമോ? ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഞാൻ ഒരിക്കലും അത് പൊരുത്തപ്പെടുകയില്ല. വലന്നാസു യുഹിബ്ബൂനഹു ലി ഖാലാതിഹിം, എന്നാൽ ജനങ്ങൾ അവരുടെ ഉമ്മമാരുടെ സഹോദരിമാരെ വ്യഭിചരിക്കുന്നത് അവരിഷ്ടപ്പെടുന്നില്ലല്ലോ. ഫവലഅ യദഹു അലൈഹി, എന്നിട്ട് നബി അതാ സഹോദരന്റെ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ അവിടുത്തെ കൈവെക്കുകയാണ്. കൈ ഇങ്ങനെ വെച്ചു ശരീരത്തിൽ, എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതുഖിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. എന്നിട്ട് അവിടുന്ന് ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു, ഈ കുട്ടിയുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാഹ്. വതുഖിർ ഖൽബഹു, ഈ കുഞ്ഞിൻ്റെ ഹൃദയം നീ ശുദ്ധമാക്കണേ അല്ലാഹ്. വഹസ്സിൻ ഫർജഹു, ഈ കുട്ടിയുടെ ജനനേന്ദ്രിയങ്ങളെ നീ പരിശുദ്ധമാക്കണേ, നീ അതിൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കണേ അല്ലാഹ്. ഇത് പ്രാർത്ഥിച്ചു. സഹാബത്ത് പറയാണ്, സഹാബിമാര് പറയാണ്, ഫലം യകുൻ ബഅദു ദാലികൽ ഫതാ യൽതഫിതു ഇലാ ഷൈഇൻ, അതിനുശേഷം ആ കുട്ടി പിന്നെ ആജാതി വർത്തമാനം പറഞ്ഞു വന്നിട്ടില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചരണം. ഇതാണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ. കുറേ അടിക്കാൻ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, കുറേ ചീത്ത പറയാൻ പഠിച്ചിട്ട് കാര്യമില്ല. കുട്ടികളുടെ വളർന്നു വരുന്ന പിഞ്ചു മനസ്സുകളുടെ മനഃശാസ്ത്രം, അവരുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ പെരുമാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇടപഴകാൻ രക്ഷിതാക്കളെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മക്കൾ നാളെയുടെ രാജാക്കന്മാരാണ്. അവർ വളർന്നു ഉന്നതങ്ങളിലേക്ക് അവർ വളരും. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മക്കളാണവർ. ആ ഒരു വിധാനത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവർക്ക് സ്നേഹം കലവറയില്ലാതെ പകർന്നു നൽകി, പോസിറ്റീവായ സ്ട്രോക്കുകൾ നൽകി അവരെ ഉന്നതങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ അവരോടുള്ള ഇടപഴക്കങ്ങൾ വളരെ കൃത്യമായ നിലക്ക് ധാരണയോടുകൂടെ ഇടപഴകിക്കൊണ്ടായിരിക്കണം നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ വിഷയം രക്ഷിതാക്കളെ മുഴുവൻ ഇരുത്തി പഠിപ്പിക്കേണ്ട വിഷയമാണ്. എന്തെങ്കിലും മക്കൾ നന്നാവൂ. അതല്ലാതെ നമ്മുടെ മക്കളോട് നമ്മുടെ ഹൃദയത്തിൽ നല്ല സ്നേഹം ഉണ്ടാവും, നമ്മുടെ കുട്ടികളോട് നല്ല സ്നേഹം ഉണ്ടാവും. പക്ഷെ പെരുമാറ്റങ്ങളിൽ കുട്ടികൾക്കത് മനസ്സിലാകുന്നില്ല അല്ലേ? അപ്പം നെഗറ്റീവായ സ്ട്രോക്കുകൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാപ്പാൻ്റെ ഹൃദയത്തിന് നല്ല ഇഷ്ടമാണ്, ഉമ്മാക്ക് നല്ല സ്നേഹമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴേക്ക് നമ്മൾ ആ ജനക്കുള്ള പെരുമാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ കുട്ടി മനസ്സിലാക്കുന്നത് എന്താ? ഹൃദയമൊന്നും കുട്ടിക്കറിയില്ലല്ലോ. പ്രത്യക്ഷത്തിൽ വാപ്പാക്കിനോട് വെറുപ്പാണ്, ഉമ്മാക്കിനോട് വെറുപ്പാണ്. എന്തു പറഞ്ഞാലും എന്നെ അടിക്കും, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അംഗീകരിക്കൂല. എന്തങ്ങനെ? അപ്പുറത്ത് കണ്ടോ,
ആ വാപ്പ കണ്ടോ കുട്ടികളെ കൈയും പിടിച്ചിട്ട് അങ്ങാടി തന്നെ സൂക്കിൽ പോകുന്നു, ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഞാൻ എന്തു പറഞ്ഞാലും അതിനെതിരെ പറയും, എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം വാങ്ങിച്ചു തരില്ല. അതേപോലെ തന്നെ എന്നോട് ഇങ്ങനെയാണ് പെരുമാറ്റം. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞില്ല, അപ്പോൾ പോവാടുന്നു, ഇപ്പം അതിനുള്ള സമയമല്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ മനസ്സങ്ങ് മടുക്കുകയാണ്. ആ കുട്ടി നന്നാവില്ല എന്ന് പറഞ്ഞ്, ആ കുട്ടി മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ, തെർബിയത്തിൽ, അബ്നാഇൽ വരുന്ന ചില പാകപ്പിഴവുകൾ പണ്ഡിതന്മാർ എണ്ണി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഞാനത് ചിലത് നിങ്ങളെ സൂചിപ്പിക്കാം. ഒന്നാമത്, മനഃശാസ്ത്ര വിദഗ്ധന്മാർ, പണ്ഡിതന്മാർ പറയുന്നത്, ഒന്നാമത് കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ, കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വരുന്ന ഒന്നാമത്തെ തെറ്റ് അൽ ഗളബാണ്, ദേഷ്യം. നമ്മുടെ കുട്ടികളോട് ചിലപ്പോൾ ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ വരെ നമ്മൾ കോപിക്കും. അത് കുട്ടികളിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും മാതാപിതാക്കളെ വെറുക്കാനും കാരണമായി തീരുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയാണ്. ചിലപ്പോൾ കുട്ടി നിരപരാധിയായിരിക്കും, നമ്മളൊരു കാര്യത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കും, ഒരു വിഷയം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അധ്യാപികയായ ഒരു ഉമ്മയാണെങ്കിൽ ചിലപ്പോൾ നാളെ സ്കൂളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ടീച്ചിങ് ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാര്യം ചെറിയ കുട്ടി ഉമ്മ ഇതാ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടൊരു കാര്യം വരുന്നത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഉമ്മ ഈ വിഷയത്തിലാണ് മുഴുകുന്നത്. ഉമ്മ അവിടെ കുട്ടി പറഞ്ഞു വരുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റല്ല അവിടെ ചിന്തിക്കുന്നത്, മറിച്ച് എൻ്റെ വിഷയം ഫസാദായല്ലോ എന്നാണ് ഉമ്മ ചിന്തിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉമ്മ എന്ത് ചെയ്യും? കുട്ടിയുടെ ശരി തെറ്റിനെ കുറിച്ച് ചിന്തിക്കാതെ ആ കുട്ടിയോട് പ്രതികരിക്കും. കുട്ടിയിൽ അത് വലിയ മാനസികമായ ഒരു മുറിവേൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളോട് കോപിക്കേണ്ടത്, അത് കോപം എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കപ്പെടുകയും വളരെ ഉദ്ദേശപൂർവം, വളരെ കൃത്യമായ ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ആ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നാണ്. അനാവശ്യമായ കോപം നമ്മുടെ കുട്ടികളെ നശിപ്പിക്കും. രണ്ടാമതായി ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ന്യൂനതകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാ. നമ്മുടെ കുട്ടികളുടെ ന്യൂനതകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാ. ഉദാഹരണത്തിൽ, ഇപ്പോൾ കുട്ടികളുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ള കുടുംബ ബന്ധുക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ ചില മാതാപിതാക്കൾ വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ എന്താ കാര്യം അറിയോ? ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ എന്നും രാത്രി ബെഡിൽ മൂത്രമൊഴിക്കും. ചില കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ചെറിയ പ്രശ്നമാണത്. ഈ കുട്ടിക്കാണെങ്കിൽ അത് മറ്റുള്ളവരറിയുന്നത് വലിയ അയ്ബാണ്. അപ്പോൾ മാതാപിതാക്കൾ പറയും, ഇവൻ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, എന്നും രാത്രി പുതപ്പ് അലക്കേണ്ടി വരും, എന്നും രാത്രി മൂത്രമൊഴിക്കും. അതേപോലെ തന്നെ ഇവന് സംസാരം കണ്ടോ, അപ്പോൾ ഈ കുട്ടികളൊക്കെ എത്ര നന്നായിട്ട് സംസാരിക്കും, ഇവൻ എപ്പോഴും വിക്കന്നെയാണ്, സംസാരം ഒന്നും ക്ലിയർ ആകുന്നില്ല, വിക്കന്നെ, ശരിക്കും സംസാരിച്ചു പഠിക്കൂല ഇവനെ. എങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഈ കുട്ടികളിൽ യഥാർത്ഥത്തിൽ നെഗറ്റീവായ സമീപനങ്ങളാണ് ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. മാതാപിതാക്കൾ വളരെ കൃത്യമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയാണ്, തജസ്സുസ്, അതായത് കുട്ടികളെ ഇങ്ങനെ എപ്പോഴും പരിശോധന നടത്തുക. ഒരു വിശ്വാസമില്ലാത്തതുപോലെ, വാപ്പാൻ്റെ പൈസ എടുത്തുക്കണ ഒന്ന് നോക്കട്ടെ, ബാഗ് കൊണ്ടെന്നാ, കീശ കൊണ്ടെന്നാ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പരിശോധിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ കാണാനില്ലാതാവുമ്പോൾ കുട്ടികളുടെ ബാഗ് എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ പരിശോധിക്കുക, അവരിങ്ങനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക. എന്തെങ്കിലും ഒരു ആവശ്യത്തിലൊരു കുട്ടിയുടെ ബാഗ് നമുക്ക് നോക്കേണ്ട ആവശ്യം വന്നാൽ എന്താ ചെയ്യേണ്ടത്? തഫ്തീഷിന് മുമ്പ് കുട്ടിയോട് പറയാം, മോനെ ആ ബാഗ് ഒന്ന് കൊണ്ടുവന്നാൽ, ചിലപ്പോൾ ഈ അറിയാതെ അതിൽ വെച്ചിട്ടുണ്ടാവുമോ, ഒന്ന് നോക്കട്ടെ. കുട്ടിയുടെ അനുവാദത്തോടു കൂടെ ആയിരിക്കണം ആ കുട്ടിയുടെ ബാഗും ആ കുട്ടിയുടെ വസ്ത്രമൊക്കെ പരിശോധിക്കേണ്ടത്. ഇല്ലെങ്കിൽ ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന ബോധം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? എൻ്റെ വാപ്പാക്ക് എന്നെ വിശ്വാസമല്ല, എൻ്റെ ഉമ്മാക്ക് എന്നെ വിശ്വാസമല്ല, ഞാൻ നന്നായിട്ട് കാര്യമില്ല, എൻ്റെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ. ഒന്നാലോചിച്ച് നോക്കേ, നമ്മളെ ഓഫീസിൽ വന്നിട്ട് അതല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് നമ്മുടെ അനുവാദമില്ലാതെ ഒരു സംഗതി ഒരാളങ്ങനെ പരിശോധിച്ചു വിചാരിച്ചോ, അതോടുകൂടെ നമ്മുടെ ആകെ പോയില്ലേ, നമ്മുടെ കാറ്റ് പോയില്ലേ. കാരണം എന്താ? നമ്മുടെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അനുവാദം കൂടി ചോദിക്കാതെ വന്ന് പരിശോധിച്ച് പോയത്. അതോടുകൂടെ തീർന്നു കഥ അല്ലേ? ഇതന്നെയാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന വിഷയം. അവരുടെ അനുവാദമില്ലാതെ അവരെ നമ്മൾ പരിശോധിക്കരുത്. അതുപോലെ തന്നെ അൽ മുറാഖബ, ചില രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ പോലെയാണ്. കുട്ടികളെ 24 മണിക്കൂർ ഇങ്ങനെ സെൻസർ ചെയ്തുകൊണ്ടിരിക്കും. അവരെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, എങ്ങോട്ടാണ് പോണത്, എവിടേക്കാണ് വരുന്നത്, എന്താ പറയണത്. ചിലപ്പോൾ കുട്ടികളായിട്ട് കളിക്കേക്കാർ അവിടെ പോയിരിക്കും, എന്തൊക്കെയാണ് പറയണത്. ഇങ്ങനെ ചെയ്യുന്നതിൽ അതും അപകടം വരുത്തും. നേരെ മറിച്ച് അവരിലൊരു നിരീക്ഷണം ഉണ്ടാകണം. ആരുമായി കൂട്ടുകൂടുന്നു, എവിടേക്ക് പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എല്ലാം നമ്മൾ അറിയണം. പക്ഷേ അവിടേക്ക് കുട്ടികൾക്ക് തോന്നരുത് ഇത് എന്നെ 24 മണിക്കൂർ എൻ്റെ രക്ഷിതാക്കൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം കുട്ടിയിൽ ഉണ്ടാക്കാൻ അത് കാരണമുണ്ടാകരുത്.
അതുപോലെ തന്നെ ലർബ്, അടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ അടിക്കുക എന്നത് യഥാർത്ഥത്തിൽ അത് കുട്ടികളെ സന്താന പരിപാലനത്തിൻ്റെ വിഷയത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു തകരാറാണത്. സന്താന പരിപാലനം തന്നെ തകർത്ത് കളയുന്ന വിഷയമാണത്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കുന്ന രീതി അവിടുത്തെ പ്രവാചകചര്യയിൽപ്പെട്ടതല്ല. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്തു ബിയദിഹി വലംറഅതിൻ വലാ ഖാദിമൻ ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ കൈ കൊണ്ട് അടിച്ചിട്ടേ ഇല്ല. ഭാര്യമാരെ ആകട്ടെ, അതല്ലെങ്കിൽ അവിടുത്തെ സേവകന്മാരെ ആകട്ടെ, ഒരാളെയും തൻ്റെ കൈ കൊണ്ട് അവിടുന്ന് അടിച്ചിട്ടേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. തൻ്റെ സേവകനെ അതല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ അടിച്ചിട്ടില്ല. പിന്നെ ഇല്ലാ അൻ യുജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഘട്ടത്തിലല്ലാതെ തൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു അനുസരണക്കേടിൻ്റെ ഭാഗമായി ഭാര്യമാരെയോ അതല്ലെങ്കിൽ സേവകന്മാരെയോ അടിച്ച ഒരു ചരിത്രം അവിടുത്തെ ജീവിതത്തിലില്ല എന്ന് പ്രിയപ്പെട്ട പത്നിയായ നമ്മുടെ ഉമ്മയുമായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ചില ആളുകൾ മനസ്സിലാക്കി അടിയാണ് സർവ്വതിനുമുള്ള പരിഹാരമെന്ന് മനസ്സിലാക്കിയെങ്കിൽ അവിടെയും നമുക്ക് അബദ്ധം പിണഞ്ഞിരിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ചിലപ്പോൾ നിസാരമായൊരു അടിയൊക്കെ കൊടുക്കുന്നതിന് ഇസ്ലാം എതിരല്ല, അല്ലേ? പക്ഷെ അതൊന്നും കുട്ടികളിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന നിലക്കാകാൻ പാടില്ല എന്നതാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയണേ, അത്തദഖുൽ, രക്ഷിതാക്കൾ കുട്ടികളുടെ വിഷയത്തിൽ എല്ലാറ്റിലും വെറുതെ ഇടപെടുക. അവരുടെ കളിയിലും അവരുടെ വസ്ത്രങ്ങളിലും അവരുടെ ഭക്ഷണത്തിലും ഒക്കെ, അതൊക്കെ കുട്ടികളിൽ ഒരു അതായത് മോശമായ വ്യക്തിത്വം വളരാൻ അത് കാരണമായി തീരുമെന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ കളിയുടെ വിഷയത്തിൽ ശ്രദ്ധയില്ലായ്മയും രക്ഷിതാക്കളിൽ ഉണ്ടാകാറുണ്ട്. അതും കുട്ടികളെ പരിചരിക്കുന്ന വിഷയത്തിലുള്ള തകരാറാണ്. കാരണം ഇന്നത്തെ ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്, പണ്ഡിതന്മാർ പറയുന്നു, അന്നതുറുക അബ്നാഅനാ യൽഅബൂന ബിൽ അജ്ഹിസത്തിൽ ഇലക്ട്രോനിയ മിൻ ഗൈരി ളാബിത്തിൻ ഔ നിലാമിൻ, ഒരു നിലാമുമില്ലാത്ത നിലക്ക് കുട്ടികൾക്ക് ഇലക്ട്രോണിക് കളി ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവർക്ക് യാതൊരു സമയവും പരിധിയുമില്ലാതെ കളിക്കാൻ കുട്ടികളെ യഥേഷ്ടം വിടുന്ന രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെ പരിചരണ വിഷയത്തിൽ വരുത്തുന്ന ഏറ്റവും വലിയ തകരാറാണത്, അല്ലേ? ചില വീട്ടിൽ ഒഴിവ് സമയം കുട്ടികൾ ഈ ടേബിൾ തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ ഗെയിമിൽ തന്നെ. ഇതിനൊരു സമയം നേരമൊന്നുമില്ല. എന്തൊക്കെ അപകടങ്ങളാണത്! ഭൗതികമായ ഒരുപാട് അപകടങ്ങളുണ്ട്. കുട്ടികളുടെ കണ്ണിന്, കുട്ടികളുടെ ചിന്താശക്തിക്ക്, അതേപോലെ തന്നെ ബുദ്ധിശക്തിക്ക്, അതേപോലെ പഠന വിഷയങ്ങൾക്ക് എല്ലാം കുട്ടികൾക്ക് ശരിക്കും പുറം ലോകവുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. ചില കുട്ടികൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഈ ഗെയിമിൽ തന്നെ ആയിരിക്കും കുട്ടി. ഇതെത്ര കഴിച്ച്, ഇതെൻ്റെ വയറിൽ എത്ര എത്തി എന്നുള്ള സന്ദേശമൊന്നുമില്ല. കാരണം കുട്ടിയുടെ മനസ്സ് വേറെയാണ്. കുട്ടിയുടെ മനസ്സ് വേറെ. എങ്ങനെ കളി, ഒരു ഗെയിം അല്ലെങ്കിൽ വേറെ ഗെയിം, ഇങ്ങനെ ഈ ടാബ് വാങ്ങിച്ചു കൊടുത്തിട്ട് കുട്ടികൾ ഈ ഒരു മേഖലയിലാണ്. പലപ്പോഴും പല കുട്ടികളുടെയും പഠന വിഷയങ്ങളിൽ, സ്വഭാവ വിഷയങ്ങളിൽ കാണുന്ന ഗെയിമിൽ അതിലുള്ള സ്വഭാവങ്ങൾ കുട്ടികൾ സ്വീകരിക്കുകയാണ്, അല്ലേ? ചിലപ്പോൾ നല്ല അറ്റാക്ക് ചെയ്യുന്ന ഗെയിമായിരിക്കും, അത് കുട്ടികൾ സ്വാംശീകരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? തീരെ കളിക്കാൻ പാടില്ല, ഗെയിം എടുത്തിട്ട് അട്ടത്തിടണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൂട്ടി വെക്കണം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളിൽ പ്രശ്നം ഉണ്ടാക്കും ഇന്നത്തെ കാലത്ത്. എൻ്റെ വാപ്പാൻ്റെ ഒരു സ്ഥിതി, എൻ്റെ ഉമ്മാൻ്റെ ഒരു കഥ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ടേബുണ്ട്, അവർ കളിക്കാറുണ്ട്, എനിക്കൊരു ഗെയിം കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അപ്പോൾ ആ കുട്ടിക്കുള്ള മനസ്സിലുണ്ടാകുക എന്താണെന്നറിയോ? സ്വാതന്ത്ര്യം കിട്ടാനുള്ള വഴികൾ കുട്ടി എന്ത് ചെയ്യും? തേടിപ്പോവും. സ്വാതന്ത്ര്യം ഒരാളെ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ചു പോകാനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കുറച്ചൊക്കെ കളിക്കാൻ അവസരം കൊടുക്കുക, പക്ഷേ ടൈം നിശ്ചയിച്ചു കൊടുക്കുക. പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന സമയം നിനക്ക് കളിക്കാനുള്ള സമയമാണ്. ഒരു വക്ത് ഹദ്ദ് ചെയ്യുക, ഒരു വക്ത് കൃത്യമായൊരു സമയം. അത് ഇഷ്ടംപോലെ ഉള്ള ഗെയിമൊക്കെ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂല. അവിടെയും നമ്മൾ മാതാപിതാക്കളിൽ കണ്ണു വേണം. ഇന്ന ഗെയിമൊക്കെ പറ്റുള്ളൂ, അതൊക്കെ കളിച്ചോ. ഇന്ന ഗെയിമൊക്കെ ആയിരിക്കണം കളിക്കേണ്ടത്. അതല്ലാതെ വൃത്തികെട്ട എന്തെല്ലാം ഗെയിമുകളുണ്ട്, അതൊക്കെ കളിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? ഈ സ്വഭാവം കുട്ടികൾ സ്വീകരിക്കും, അത് കുട്ടികളിൽ സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവസാനമായി തർബിയത്തിൽ വരുന്ന തകരാറുകളിൽ അവസാനമായി മനസ്സിലാക്കേണ്ടത് കലിമാത്തുൻ ജാരിഹ, ചില
ചില മുറിച്ച് കളയുന്ന, ചില മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ കുട്ടികളോട് രക്ഷിതാക്കൾ പറയും. അതെന്താണെന്നറിയോ? അതിൻ്റെ തലയാൻ വെട്ടും. പറഞ്ഞത് കേട്ടലുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ തലയാൻ വെട്ടും. കുട്ടിയുടെ മുമ്പിൽ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമുക്ക് കാണാം. വാപ്പ വരുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കും. വാപ്പ രാത്രി വീട്ടിലേക്ക് വരുമ്പോഴേക്ക് എല്ലാവരും, അതുവരെ നല്ല കളിയും ചിരിയൊക്കെ കാരം വീട്ടിൽ. ചില വീടുകളിലേക്ക് വാപ്പാർ വരുമ്പോഴേക്ക് പിന്നെ കുട്ടികളൊന്നും കാണൂല, എവിടെ ഈ സാധനങ്ങൾ പോയിന്ന് കാണൂല. കാരണം എന്താ അറിയോ? വാപ്പ വരുന്നത് ഒരു ഭീകരജീവിയായിട്ടാണ് കുട്ടികളെ മനസ്സിൽ. വാപ്പി അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ തന്നെ വാപ്പയാണ്, എന്നെ കാണുമ്പോൾ എല്ലാവരും ഓടി ഒളിക്കണം, എന്നെ കാണുമ്പോൾ എല്ലാവരും പേടിക്കണം, എന്നെങ്കിലേ ഞാൻ വാപ്പയാകുള്ളൂ എന്ന ധാരണയാണ്. വിവരമില്ലാത്തതുകൊണ്ട് സാധുക്കളായ പല മാതാപിതാക്കളുടെയും മുമ്പ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പം അങ്ങനെയുള്ള, അതുകൊണ്ട് തന്നെ ചില രക്ഷിതാക്കൾ കുട്ടികളോട് അങ്ങനത്തെ വർത്താനം പറയാം. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എൻ്റെ തലയാൻ പറ്റും, അല്ലെങ്കിൽ അത് ബഹുക്ക് അറുത്ത് കളയും, ഞാൻ അക്രഹുക്ക് നിനക്ക് എന്നെ വെറുപ്പ, ഒരിഷ്ടമല്ല, അങ്ങനെ വാചകങ്ങൾ പറയും. അല്ലെങ്കിൽ അമൂത്ത്, നിന്നെ കൊന്നുകളയും ഞാൻ എന്നുള്ള വാചകങ്ങൾ. സഹോദരങ്ങളെ, ഈ വാചകങ്ങളൊക്കെ നമ്മുടെ കുട്ടികളിൽ പ്രതികാര വാഞ്ച വളർത്തുകയും നമ്മുടെ കുട്ടികൾ നമ്മളോട് വെറുപ്പ് മനസ്സിൽ പ്രകടിപ്പിക്കാനേ അത് കാരണമാകുള്ളൂ. ചിലർ വിചാരിക്കും അതൊക്കെ പറഞ്ഞ് കുട്ടികളെ അടക്കി നിർത്തുമ്പോഴേ ഞാൻ വാപ്പിയാകുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തകരാറാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് കുട്ടികളെ പരിചരിക്കുന്ന വിഷയത്തിൽ വരുന്ന തകരാറുകളിൽ ചിലത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കുട്ടികൾ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിതാക്കൾ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത് ആ കുട്ടിക്ക് 2 വയസ്സാകുമ്പോഴാണ്. ഒരു കുട്ടി തൻ്റെ വ്യക്തിത്വം ഇങ്ങനെ രൂപീകരിച്ച് കൊണ്ടുവരുന്നത് 2 വയസ്സ് പ്രായമാകുമ്പോഴാണ്. അവിടെ മുതൽ രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ആ കുട്ടിക്ക് വ്യക്തിത്വം പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാലമാകുമ്പോൾ ആ കുട്ടിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത്? അള്ളാനെങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം മാതാപിതാക്കൾ. അതൊക്കെ സ്കൂളിൽ മദ്രസയിൽ പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തോളും. അല്ല, വാപ്പയും ഉമ്മയും ആ കുട്ടിയിൽ, മോനെ, ഈ ലോകത്തിനൊരു നാഥനുണ്ട്, സൃഷ്ടാവുണ്ട്, നമ്മെ സൃഷ്ടിച്ചത് അവനാണ്. നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നില്ലേ, ഈ കണ്ണാരാണ് നൽകിയത്, ഈ കാതാരാണ് നൽകിയത്. മോനെ, നീ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മധുരം നൽകുന്ന ഫ്രൂട്ട്സ് ഇല്ലേ, ആപ്പിളില്ലേ, മുന്തിരിയില്ലേ, നീ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കളുമില്ലേ, അതേപോലെ തന്നെ നീ ഇഷ്ടപ്പെട്ട, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ആരാണ് തന്നത്? ആരാണത് സൃഷ്ടിച്ചത്? അത് നമ്മുടെ നാഥനായ റബ്ബാണ്. ആ റബ്ബിനെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ അള്ളാഹിനെ കുറിച്ചുള്ളൊരു ബോധം ഇങ്ങനെ കുഞ്ഞു മനസ്സിൽ. നമ്മുടെ ചെറിയ കുട്ടികൾ നല്ല അടിപൊളി സിനിമാ ഗാനം ഇങ്ങനെ പാടൂലേ, ഒരു തെറ്റും കൂടാതെ പാടും. പക്ഷെ അള്ളാഹ് ആരാണ് അറിയില്ല. പല കുടുംബങ്ങളിലും അള്ളാഹ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. കുഞ്ഞു കുട്ടികളിൽ ആദ്യമായി നമ്മൾ കൊത്തിവെക്കേണ്ടത് അള്ളാഹു ആരാണ്, അവൻ്റെ പ്രവാചകൻ ആരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഹുബ്ബുണ്ടാക്കാൻ ഉതകുന്ന കഥകൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചരിത്രത്തിലെ കുട്ടിക്ക് നല്ല സ്വാധീനമുണ്ടാക്കുന്ന ഭാഗങ്ങൾ ആ കുഞ്ഞുകുട്ടിയിൽ പറഞ്ഞു കൊടുക്കുകയും പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്നേഹമുണ്ടാക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതേപോലെ തന്നെ സൽസ്വഭാവങ്ങൾ ആ കുട്ടിയിൽ ഊട്ടിയുറപ്പിക്കണം. സത്യം പറയേണ്ടതിൻ്റെ ആവശ്യകത പഠിപ്പിക്കണം. മറ്റുള്ളവർക്കൊരു കാര്യം നൽകുന്ന, ചിലവഴിക്കേണ്ട വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന നിലക്ക് തന്നെ അതിനുള്ള ശീലങ്ങൾ ഒരു കുട്ടിക്ക് വല്ലതും കൊടുക്കുകയും അത് മറ്റുള്ളവരിലേക്ക് നൽകാൻ വേണ്ടി പറയുകയും ചെയ്യുന്ന രീതി അല്ലേ, അത് പറ്റും. ഇപ്പോൾ കടയിൽ വാപ്പിയും മോനും കടയിൽ പോവുകയാണെങ്കിൽ സാധനം വാങ്ങുമ്പോൾ കുട്ടിയുടെ കൈ കൊടുക്കുക, പൈസ ഇത് കൊടുക്കും മോനെ. ആ കുട്ടിയിൽ അത് എന്താണ്, അത് മറ്റുള്ളവർക്ക് നൽകണമെന്ന ബോധം ആ കുട്ടികൾ വളർത്തുക. വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട സാധു കടന്നു വരികയാണ് അല്ലേ, ഒരു പാവം യാചകൻ വീട്ടിലേക്ക് കടന്നു വരിക. അപ്പം നമ്മുടെ കീസിൽ നിന്ന് നമ്മൾ ആ സാധുവിനെ സഹായിക്കും, ഉറപ്പാണ്. പക്ഷെ അതിന് പകരം നമ്മൾ അയാൾക്ക് കൊടുക്കുന്നതിന് വരെ കുട്ടിയുടെ കൈ കൊടുക്കുക, അത് കൊണ്ടേ കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ആ കുട്ടിയുടെ മനസ്സെന്താണ്? ഇത് കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് കൊടുക്കണമെന്ന ബോധം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നോക്കൂ നിങ്ങൾ, ഇഖാമത്ത് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹസൻ ഹുസൈൻ 2 പേരമക്കൾ കളിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ എന്താ ചെയ്തത്? ഇഖാമത്ത് കൊടുത്തു, പോടാ ഞാൻ പള്ളിയിൽ പോട്ടെ പറഞ്ഞിട്ട് ഒറ്റ പോക്കട പോവല്ല ചെയ്തത്. മറിച്ച് 2 പേരെ എടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്താ അങ്ങനെ ചെയ്തത്? പണ്ഡിതന്മാർ പറയാണ്, എന്തുകൊണ്ടാണ് നബി അങ്ങനെ ചെയ്തതെന്നറിയോ? ഈ കുട്ടികൾക്കൊരിക്കലും തോന്നരുത് ഇക്കാമത്ത് കൊടുത്ത നിസ്കാരം അത് വാപ്പാക്കുള്ളതാണ്, ഞങ്ങൾക്കതിലൊരു ബന്ധമല്ല എന്നീ കുട്ടികൾക്ക് തോന്നാതിരിക്കാനായിരിക്കാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെയും എടുത്ത് പള്ളിയിലേക്ക് പോയത്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അല്ലേ? അതേപോലെ മുസാഅദത്തുൽ ആഖരീൻ, മറ്റുള്ളവരെ സഹായിക്കേണ്ടതിൻ്റെ, പരസഹായം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യവും കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് നമ്മൾ ഊട്ടിയുറപ്പിക്കണം. എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ അപ്പുറത്തോ അയൽവാസികളിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കാനും അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ കുട്ടികളെ നമ്മൾ അതിന് പ്രേരണ നൽകുകയും അതിനവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ നല്ല സ്വഭാവത്തിൽ അവരെ വളർത്താൻ നമുക്ക് സാധിക്കണം. ഇതിനൊക്കെ മാതൃക നമുക്കാരാണ്? ഏതെങ്കിലും മനഃശാസ്ത്ര വിദഗ്ധന്മാരല്ല, അതല്ലെങ്കിൽ ആരെങ്കിലും ഇംഗ്ലീഷിൽ എഴുതി വെച്ച ഏതെങ്കിലും സെന്റൻസുകളല്ല, ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരാണ് ഈ മേഖലയിൽ. ഇതിനൊക്കെ നമുക്ക് മാതൃകാ പുരുഷന്മാർ. നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ നമുക്കറിയാമല്ലോ, ധിക്കാരിയായിരുന്നല്ലോ. ആ നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകനോട് മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം പറയുന്ന വാചകം വിശുദ്ധ ഖുർആനിൽ കാണാം. യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ധിക്കാരിയായ മകനോട് പോലും പ്രളയത്തിൻ്റെ സന്ദർഭത്തിൽ വാപ്പ പറയുന്നത്, മോനെ നീ ഞങ്ങളോടൊപ്പം കയറ് ഈ കപ്പലിൽ, നീ ഒരിക്കലും ഒരു കാഫിറായി പോകരുത്, നീ ഒരിക്കലും അവിശ്വാസിയായി മാറരുത്. എന്തൊരു സൗമ്യമായ വാചകമാണ് കാഫിറായ മകനോട് പോലും ആര് പറയുന്നത്? നൂഹ് അലൈഹിസ്സലാം പറയുന്നത്. ലോകത്തുള്ള സർവ്വപിതാക്കളുടെയും മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തിയ വാപ്പയെ കുറിച്ചറിയോ നിങ്ങൾക്ക്? ലുഖ്മാൻ അലൈഹിസ്സലാമിനെ കുറിച്ചറിയോ? അദ്ദേഹം പറയുകയാണ് മോനോട്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. എൻ്റെ പൊന്നുമോനെ, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത് അല്ലാഹുവിൽ, അത് വമ്പിച്ച അപരാധമാണ്. നോക്കൂ നിങ്ങൾ, കുട്ടി കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, അള്ളാഹിനെ മനസ്സിലാക്കുന്ന ശരിയായ നിലക്ക് മനസ്സിലാക്കണം മകനെ, ശിർക്ക് ചെയ്തു പോകരുത്, ഈ വാപ്പക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് വമ്പിച്ച അപരാധമാണ് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം ശിർക്കിനെ സംബന്ധിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ശിർക്കിൻ്റെ ഗൗരവമായിരുന്നു. ഇനി കേട്ടോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നമ്മുടെ മാതൃക, ലോകത്തുള്ള സർവ്വപ്രവാചകന്മാരുടെയും നേതാവ്, അല്ല മനുഷ്യരുടെ നേതാവ്, സർവ്വമേഖലകളിലും മാതൃക നൽകിയ നമ്മുടെ മാതൃകാ പുരുഷൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ അവിടുത്തെ ഉപദേശം കേട്ടോ. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സഹയാത്രികനായി വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൻ്റെ പുറത്ത് ബാക്കിൽ അവിടുത്തെ സഹയാത്രികനായി ഞാനിങ്ങനെ സഞ്ചരിക്കാൻ. ഞാൻ ചെറിയ മോനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ആ സമയത്ത് നൽകുന്ന ഉപദേശം എന്താ ചെയ്തെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ എൻ്റെ ചുമലിൽ സ്നേഹത്തോടുകൂടെ ഇങ്ങനെ കൈവച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പറഞ്ഞു തരട്ടെ മോനെ, ചില വാചകങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ മോനെ. യഹ്ഫദില്ലാഹ് യഹ്ഫദുക, അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം മോനെ, എങ്കിൽ അള്ളാഹു നിന്നെ കാത്തു സൂക്ഷിക്കും. അള്ളാഹനെ സൂക്ഷിക്കണേ. യഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്, മകനെ അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചാൽ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നിന്റെ മുമ്പിൽ നിനക്ക് റബ്ബിനെ കാണാം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളിൽ അള്ളാഹു നിന്നെ സഹായിക്കും. എന്നിട്ട് പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ പടപ്പുകളോടല്ല ചോദിക്കേണ്ടത്, അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം മോനെ. എന്നിട്ട് പറയാണ്, ലോകത്തുള്ളവരൊക്കെ നിനക്കൊരു ഉപകാരം ചെയ്തു തരാൻ ആഗ്രഹിച്ചാലും അള്ളാഹു തീരുമാനിക്കാതെ അത് നടക്കില്ല മോനെ. ലോകത്തുള്ളവരൊക്കെ നിന്നെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയാലും അള്ളാഹു നിശ്ചയിച്ചതേ നിനക്ക് ലഭിക്കുകയുള്ളൂ, അള്ളാഹു നിശ്ചയിച്ച ഉപദ്രവമേ നിനക്ക് കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റബ്ബിൽ നീ അചഞ്ചലമായി വിശ്വസിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ മാധുര്യം ഒരു കുഞ്ഞു മനസ്സിൽ, പിഞ്ചു മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ലോകത്തിൻ്റെ പ്രവാചകൻ. ഏതൊരു ഉപ്പക്കും മാതൃക സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് ചെയ്യാറുണ്ടോ നമ്മൾ? നമ്മുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട് ഇല്ലേ, ചെറിയ കുട്ടികൾ. എന്തൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്തൊക്കെ പഠിപ്പിക്കാറുണ്ട്. മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ എല്ലാ അഡ്രസ്സും കൊടുക്കും കുട്ടികൾ ഇല്ലേ. പക്ഷേ ആരാണ് അള്ളാഹെന്നറിയില്ല, വിധിവിശ്വാസം എന്താണെന്നറിയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണെന്നറിയില്ല. പഠിപ്പിച്ചു കൊടുക്കണം ചെറിയ കുട്ടികൾക്ക്.
അതാണ് തർബിയത്ത്. അങ്ങനെയാണ് വളർന്നു വരുന്ന മക്കൾ. അവർ നല്ലവരാകാനേറെ സാധ്യതയാണ് അല്ലേ? ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ? എന്തൊക്കെ ഉപദേശങ്ങൾ! മോനെ, യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നമസ്കാരം നിർവഹിക്കണേ, നമസ്കാരം നിലനിർത്തണേ അല്ലേ? ആരാ പറയാറുള്ളത്? ആരാ കുട്ടികളോട് പറയും? നമ്മളിങ്ങനെ നിസ്കരിക്കുക എന്നല്ലാതെ ഭാര്യ നിസ്കരിച്ചോ, കുട്ടികൾ നിസ്കരിച്ചോ, ആരാ ശ്രദ്ധിക്കാറുള്ളത്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ രാവിലെ സുബഹിന്റെ സമയത്ത് വീട്ടിൽ ഉറങ്ങുന്നുണ്ട് അല്ലേ? വാപ്പ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നുണ്ട്. ആ മകനോട് ഒരിക്കലും പറഞ്ഞില്ല, മോനെ എഴുന്നേൽക്ക്, നമുക്ക് പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരാം. ഇല്ല, വാപ്പ ചിന്തിച്ചത് മോന് സ്കൂളുണ്ട്, ഉറക്കം കുഴപ്പമാവും, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ, ഉറങ്ങട്ടെ, എണീക്കുമ്പോൾ നിസ്കരിക്കട്ടെ. ആരാ നമ്മളെ മക്കളെ മോശാക്കിയത്? ആരാ നമ്മുടെ മക്കളെ മോശാക്കിയത്? ആരാണ് നമ്മുടെ മക്കളെ ഈ നിലക്ക് മോശമാക്കാനുള്ള കാരണക്കാരാരാണ് അല്ലേ? അല്ലെങ്കിൽ വാപ്പ ചിന്തിച്ചോ, ഈ മോൻ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലേ, ഈ വീടിനൊരു തീ പിടിക്കുകയാണെങ്കിൽ ഞാൻ ഈ മക്കളെ മുഴുവനും വിളിച്ചുണർത്തി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, കാരണം എൻ്റെ മക്കൾ ഇവിടെ കിടന്ന് കരിയുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ഒരു വാപ്പ ചിന്തിക്കും, ഒരു ഉമ്മ ചിന്തിക്കും. എന്നാൽ നാളെ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ മകൻ നരകത്തിൽ കടന്ന് കത്തിക്കരിയുന്നത് എനിക്ക് കാണാനും താങ്ങാനും കഴിയില്ലെന്ന് ഒരുപ്പ ചിന്തിച്ചിരുന്നെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ മോനെ തൻ്റെ കൂടെ പള്ളിയിലേക്ക് വിളിച്ചുണർത്തി കൊണ്ടുപോകുമായിരുന്നു. നോക്കൂ നിങ്ങൾ. അപ്പോൾ തർബിയത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായ വീഴ്ച നമ്മുടെ അടുക്കലുണ്ട് സഹോദരങ്ങളെ. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മോനോട് പറയുന്നുണ്ട്, മോനെ, നീ അറിഞ്ഞ കാര്യം മൂടി വെക്കരുത്, തെറ്റ് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കണം, ക്ഷമിക്കണം മോനെ. അതേപോലെ തന്നെ അഹന്ത കാട്ടരുത് മോനെ, മുഖം ചുളിക്കരുത്. ആയത്തുകൾ ഞാൻ പറയുന്നില്ല. ശബ്ദമുയർത്തി സംസാരിക്കരുത്. കഴുതകളുടെ ശബ്ദമാണ് ഉന്നതമായ ഉയർന്ന ശബ്ദം, ആരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് സദസ്സുകളിൽ ബഹളം വെക്കരുത്. മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്തരുത്. ആളുകളെ നിസാരന്മാരായി കാണരുത്. വാപ്പയെ ആദരിക്കാൻ പഠിക്കണം, ഉമ്മയെ ആദരിക്കാൻ പഠിക്കണം എന്നൊക്കെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, അതേപോലെ തന്നെ മഹാന്മാര് അവരുടെ മക്കൾക്ക് നൽകിയ സാരോപദേശങ്ങൾ എവിടെ പോയി സഹോദരങ്ങളെ? നമ്മൾ എന്ത് ചെയ്യുക? അതൊന്നും പാലിക്കാതെ പോയത്. അതുകൊണ്ട് മക്കളെ പരിചരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമാണ് മക്കൾക്കിടയിൽ നീതി പാലിക്കാൻ അല്ലേ? സ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ചില രക്ഷിതാക്കളുണ്ട് ആൺകുട്ടികളോട് കൂടുതൽ സ്നേഹം, പെൺകുട്ടികളോട് അത്ര സ്നേഹമല്ല. ജനിച്ചതൊക്കെ പെൺകുട്ടികളാണെങ്കിൽ ഭാര്യമാരെ പഴി പറയുന്ന രക്ഷിതാക്കളുണ്ട് അല്ലേ? വാപ്പമാരുണ്ട്. എന്ത് ഇങ്ങനെ ആയത്? ജനിക്കുന്ന കുട്ടികളൊക്കെ പെൺകുട്ടികളാണല്ലോ, നിന്റെ തകരാറാണത് അല്ലേ? മനസ്സിലാക്കിയില്ല. ജാഹിലിയ കാലഘട്ടത്തിലെ തനിച്ച സ്വഭാവം വെച്ച് പുലർത്തുന്നവർ ചില ആളുകൾ അങ്ങനെയാണ്. എന്തെന്നറിയോ? പെൺകുട്ടികളെ കല്യാണം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് സ്ത്രീധനം എന്നുള്ള നിലക്ക് കുറേ ധനം കൊടുക്കും. പിന്നെ ആൺകുട്ടികൾക്ക് ബാക്കി അനന്തര സ്വത്ത് വിഹിതം വെക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. വിവേചനം കാണിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകളുണ്ട് പെൺകുട്ടികളെ പറ്റ അവഗണിക്കുകയും സ്വത്ത് മുഴുവനും ആൺകുട്ടികളുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്യുന്നവർ. എല്ലാം അപകടമാണ്. ഇസ്ലാം പറഞ്ഞു മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഒരു സംഭവം കേട്ടോ, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ഖാൽ ഇന്ന അബാഹു അതാബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുഅ്മാൻ ഇബ്നു ബശീറിൻ്റെ വാപ്പ നുഅ്മാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിയെ എടുത്തിട്ട് എന്ത് ചെയ്തു? പിന്നെ അതായത് തൻ്റെ വാപ്പ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ വാപ്പ എന്നെ എടുത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഫഖാൽ, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നി നഹൽതു ഇബ്നതി ഹാദാ ഗുലാമ, ഇതാ ഈ അടിമ, ഇത് ഞാൻ എൻ്റെ കുട്ടിക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട് നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആഹാ ഉഷാർ, ശരി, അക്കുല്ല വലദിക് നഹൽതഹു മിസ്ല ഹാദാ, എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയുള്ള അടിമയെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖാൽ, അയാൾ പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഇല്ല, ഇവന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ അയാളോട് പറഞ്ഞു, എങ്കിൽ ഫർജ്, അതിനെ തിരിച്ചു വാങ്ങിക്കോ. ഒരു കുട്ടിക്ക് മാത്രം അങ്ങനെ കൊടുക്കലില്ല. അത് മക്കൾക്കിടയിൽ അനീതി കാണിക്കലാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, നിനക്ക് വേറെ കുട്ടികളില്ലേ? അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ കുട്ടികളില്ലേ? ഈ ഒരൊറ്റ കുട്ടി മാത്രമേ നിനക്കുള്ളൂ? അഫഅൽത ഹാദാ ബിവലദിക കുല്ലിഹിം, മറ്റുള്ളവർക്ക് എല്ലാവർക്കും നീ നൽകിയോ? നിനക്ക് വേറെ കുട്ടികളില്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, വഅദിലു ഫീ ഔലാദിക്കും, നിങ്ങളുടെ കുട്ടികളുടെ വിഷയത്തിൽ നിങ്ങൾ നീതി പാലിക്കണം. മറ്റൊരു റിപ്പോർട്ടിലുള്ളത്, ഫലാ തുഷ്ഹിദിനി ഇദൻ ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗരിൻ, ഈ അനീതിക്ക് ഞാൻ കൂട്ടു നിൽക്കൂല, എനിക്കിത് കാണേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കൂല. ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മാത്രം,
അപ്പോൾ മറ്റേ കുട്ടി എന്താ ചിന്തിക്കാവോ, വാപ്പ ആ കുട്ടിക്ക് മാത്രം വാങ്ങിക്കൊടുത്തു, എന്നോടൊന്നും അത്ര താല്പര്യമില്ല. കുട്ടികൾക്കിടയിൽ അപകർഷതാബോധം വളർന്നു വരാൻ അത് കാരണമായി തീരും. എല്ലാവർക്കും ഒരേപോലെ. അതേപോലെ തന്നെ പെൺകുട്ടികൾ വളരുന്നതും അവരെ വളർത്തുന്നതും ശാപമായി കണ്ടിരുന്ന ഒരു സമുദായമുണ്ടായിരുന്നു അല്ലേ? ഇന്നും അങ്ങനെയുണ്ട്. പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ ഒരു സന്തോഷമില്ലായ്മ പുറത്തൊക്കെ ഇങ്ങനെ കാണിക്കും, ഉള്ളിൽ എന്തോ ഒരു പ്രയാസം അല്ലേ? ജാഹിലിയത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് സന്തോഷമുണ്ടാകേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വാക്കുകളായിരിക്കണം നമ്മെ സന്തോഷിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ആല ജാരിയത്തൈനി ഹത്താ തബ്ലുഗ ജാഹ യൗമൽ ഖിയാമത്തി അന വഹുവ വലമ്മ അസാബിഅഹു. ആരെങ്കിലും 2 പെൺകുട്ടികളെ വളർത്തുകയും പരിചരിക്കുകയും അവർക്കാവശ്യമായത് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഇതാ ഇതുപോലെ ഞാനും അവനും നാളെ സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ ആല സലാസ ബനാത്തിൻ. ആരെങ്കിലും 3 പെൺകുട്ടികളെ പരിചരിച്ചു വളർത്തി, ഫഅദ്ദബഹുന്ന അവർക്ക് മര്യാദ പഠിപ്പിച്ചു, വസവ്വജഹുന്ന അവരെ വിവാഹം ചെയ്തയച്ചു, എങ്കിൽ വഅഹ്സന ഇലൈഹിന്ന അവർക്ക് വേണ്ടതുപോലെ നന്മകൾ ചെയ്തു കൊടുത്തു, ഫലഹുൽ ജന്ന ആ പിതാവിന് സ്വർഗമുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് നമ്മെ സന്തോഷിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളെ വളർത്തുന്ന വിഷയം പരിപൂർണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. വീണ്ടും ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുകയും ഇതിൽ വിശാലമായ പഠനങ്ങൾ നടക്കുകയും നമ്മുടെ മക്കൾ നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന, വാപ്പയും ഉമ്മയും മരണപ്പെട്ടാലും ജീവിതകാലം മുഴുവനും അവരെ ഓർക്കുന്ന, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന, അവരുടെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ, ഉമ്മയുടെ ഖബർ വിശാലമാക്കണേ എന്ന് പറയാൻ കഴിയുന്ന വിശാല മനസ്കതയുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരണം. ഇന്ന് ലോകം മലിനമാണ്, തിന്മകൾ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ തിന്മയിലേക്ക് വലിച്ചിഴക്കാനുള്ള പ്രത്യേകമായ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോകം. അവിടെ വളരെ കൃത്യമായ നിലക്കുള്ള പരിചരണങ്ങളില്ലാതെ പോയാൽ നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടമായി പോകും. അതില്ലാതിരിക്കാൻ, ഇരു ലോകത്തും അവരിലൂടെ നമുക്ക് കൺകുളിർമ ലഭിക്കാൻ നമ്മൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ ദീൻ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.